അപ്പോൾ ഇനി നമുക്ക് ഡ്രഗ് കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. അതിൻ്റെ കുറച്ച് ബേസിക് ഇക്വാലൻസ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് ഇക്വാലൻസ് ഉണ്ട്. അപ്പോൾ എന്താ ഇക്വാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗ്രാം എത്ര മില്ലിഗ്രാം ആണ് അത് പറയുന്നതാണ് ഇക്വാലൻസ്. അപ്പോൾ 1 ഗ്രാം ഈസ് ഈക്വൽ ടു 1000 മില്ലിഗ്രാം ആണ്. അതുപോലെ തന്നെ 60 മില്ലിഗ്രാം എന്ന് പറയുന്നത് 1 ഗ്രെയിൻ ആണ്. 1 kg എന്ന് പറയുന്നത് 100 ഗ്രാം ആണ്. 1 ഡ്രാം എന്ന് പറയുന്നത് 4 ml ഈക്വൽ ആണ്. 1 kg എന്ന് പറയുന്നത് 2.2 പൗണ്ടിന് ഈക്വൽ ആണ്. 1 ലിറ്റർ എന്ന് പറയുമ്പോൾ 1000 ml ഈക്വൽ ആണ്. 30 ml എന്ന് പറയുമ്പോൾ 1 ounce. അതുപോലെ തന്നെ 1 ml പറയുമ്പോൾ 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 3 ടീസ്പൂണിന് ഈക്വൽ ഉണ്ടായിരിക്കും. 1 മില്ലിഗ്രാം എന്ന് പറയുമ്പോൾ 1000 മൈക്രോഗ്രാമിന് ഈക്വൽ ആണ്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 8 ounce ആയിരിക്കും. 2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 1 ounce ആണ്. 1 ടേബിൾ സ്പൂൺ ഈസ് 15 ml ആണ്. 15 to 16 GTT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ml ആയിരിക്കും. 1 ടീസ്പൂൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഡ്രോപ്പ് പെർ മിനിറ്റ്, ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഡ്രോപ്പ് പെർ മിനിറ്റ് കാണാൻ പറഞ്ഞു. ഡ്രോപ്പ് പെർ മിനിറ്റ് എങ്ങനെയാണ് കാണാം? എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ml, അതായത് ഇപ്പോൾ നമുക്ക് 1000 ml ആണ് കിട്ടിയതെങ്കിൽ 1000 ml ആയിരിക്കും നമ്മുടെ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ. അതായത് ഡ്രോപ്പ് ഫാക്ടർ എത്രയാണോ അത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ടായിരിക്കും. 15 ആണോ 20 ആണോ അത്. ഡിവൈഡ് ബൈ ടൈം, ഓൾവേസ് ഇൻ മിനിറ്റ്. നമുക്ക് എപ്പോഴും മിനിറ്റിലാണ് ടൈം കാണേണ്ടത്. ഇപ്പോൾ 8 hours ആണ് കൊടുത്തതെങ്കിൽ 8നെ നമ്മൾ മിനിറ്റിലോട്ട് ആക്കുക എങ്ങനെയായിരിക്കും? 8 × 60 മിനിറ്റ്സിൽ നമുക്കുള്ളത് ഒരു 1 hour എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടൈം 80 × 60 ചെയ്യാം. അത് ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഒരു ഓർഡർ 1000 cc NS ടു ഇൻഫ്യൂസ് ഇൻ 8 hours. ദ ഡ്രിപ്പ് ഫാക്ടർ അല്ലെങ്കിൽ ഡ്രോപ്പ് ഫാക്ടർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ സെറ്റ് ഈസ് 15 GTT per cc ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 1000 ആണ് ഇൻഫ്യൂസ് ചെയ്യേണ്ട ഫ്ലൂയിഡിൻ്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ 1000 ഡിവൈഡ് ബൈ 8നെ നമുക്ക് 8 hours ആണ്, അതിനെ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 8 × 60 ചെയ്യാം. ദ കോമൺലി ക്രോസിങ് ഇൻറ്റു ബൈ 15 ചെയ്യണം. അപ്പോൾ നമുക്ക് 1000 480 ആയിരുന്നു, 480 ആണ് കിട്ടുക. കാരണം വെച്ചാൽ 8 × 60 480 ആണ്. അപ്പോൾ നമ്മൾ 1000 നിന്ന് 480 നിന്നും ഓരോ 0 കട്ട് ചെയ്ത് കളഞ്ഞു. ഇൻറ്റു 15 ചെയ്യാം. അപ്പോൾ നമുക്ക് 100 ഡിവൈഡ് ബൈ 100 ഡിവൈഡ് ബൈ 48 ഇൻറ്റു 15 ഡ്രോപ്പ് ഫാക്ടർ ഈസ് ഈക്വൽ ടു 31 GTT പെർ മിനിറ്റ് ആണ് കിട്ടുക. 31 GTT പെർ മിനിറ്റ് ആണ് നമുക്ക് ഉത്തരം കിട്ടുക. അപ്പോൾ ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിബ്രമൈസിൻ 200 mg IVPP മിക്സ്ഡ് ഇൻ 100 cc NS ടു ഇൻഫ്യൂസ് ഓവർ 30 minutes, ഡ്രിപ്പ് ഫാക്ടർ 10 GTT. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഇതിൻ്റെ അത് പറയുന്നത് 100 ആയിരിക്കും. അതായത് വിബ്രിയോമൈസിൻ 200 mg പറയുന്നത്. പക്ഷേ 100 cc നമുക്ക് ഡൈല്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ലിക്വിഡ് ഫോം. അപ്പോൾ NS അപ്പോൾ എത്രയാണ്? 100 ഡിവൈഡ് ബൈ 30 ഇൻറ്റു 10 ആണ് ഡ്രോപ്പ് ഫാക്ടർ ഇസ് ഈക്വൽ ടു 33 GTT പെർ മിനിറ്റ്. അങ്ങനെയാവും ഉത്തരം കിട്ടുക. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ്. ഫസ്റ്റ് നമുക്ക് കിട്ടി 31 ആയിരുന്നു. അതുപോലെ തന്നെ 33 കിട്ടി. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 83 GTT പെർ മിനിറ്റ്. അടുത്ത് ഡിസൈഡ് എമൗണ്ട് അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് എമൗണ്ട് നമ്മൾ D എന്ന് ഡിനോട്ട് ചെയ്യും. ഡിവൈഡ് ബൈ അവൈലബിൾ ഡോസേജ്, എത്രയാണ് നമ്മുടെ കയ്യിലുള്ള ഡോസ്, അതിനെ A എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇൻറ്റു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞപ്പോൾ എത്ര പില്ലാണ്. ഇപ്പോൾ നമുക്കൊരു 15 mgയുടേതാണ് കിട്ടുന്നത്. 15 mg പറയുന്നത് എത്ര പിൽസാണ്. ഇപ്പോൾ ചിലപ്പോൾ 25ൻ്റെ 2 പില്ല് പറഞ്ഞാൽ 50ൻ്റെ പില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് 2 പിൽസാവും കിട്ടുക. നേരെ മറിച്ച് 15ൻ്റെ തന്നെ ഒരു പില്ലാണുള്ളതെങ്കിൽ 1 പില്ലേ ഉണ്ടാവുള്ളൂ. അതാണ് ക്വാണ്ടിറ്റി. അതുപോലെ തന്നെ ഇപ്പോൾ ML, എത്ര ML ഇത്ര ഡോസ് എന്ന് പറയുകയാണെങ്കിൽ അത് 5 ml ആണ് ഇത്ര ഡോസ് എങ്കിൽ നമുക്കൊരു ബോട്ടിൽ 5 ml ആണ് കിട്ടണമെങ്കിൽ 5 ml ആയിരിക്കും അതിൻ്റെ ക്വാണ്ടിറ്റി. അപ്പോൾ അതാണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരും? ഡിസൈഡ് എമൗണ്ട് ഡിവൈഡ് ബൈ അവൈലബിൾ ഡോസേജ് ഇൻറ്റു ക്വാണ്ടിറ്റി. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ആൻസറാണ് എത്ര എമൗണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി റൂൾ ഓഫ് പ്രൊപ്പോർഷൻ. ഈ പ്രൊപ്പോർഷന് കുറേ റൂളുണ്ട്. മിക്സ് ചെയ്യുമ്പോഴൊക്കെ കുറേ റൂളുകളുണ്ട് പ്രൊപ്പോർഷന്. ഫസ്റ്റ് വൺ ഈസ് യൂണിറ്റ് ഓഫ് റേഷ്യോ മസ്റ്റ് ബി കറസ്പോണ്ട് വിത്ത് ദി സെയിം പ്രൊപ്പോർഷൻ. നമുക്ക് യൂണിറ്റ് ഓഫ് റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുള്ള റേഷ്യോ യൂണിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ kg ആണെങ്കിലും ഗ്രാം ആണെങ്കിലും അത് എപ്പോഴും കറസ്പോണ്ട് ആയിരിക്കണം. ആ നമ്മുടെ ഇക്വേഷനോട് കറസ്പോണ്ട് ആയിരിക്കണം എപ്പോഴും. നോ മോർ ദാൻ 2 ഡിഫറെൻറ്റ് യൂണിറ്റ് ഓഫ് മെഷർ ക്യാൻ ബി യൂസ്ഡ് വിത്തിൻ ദി പ്രൊപ്പോർഷൻ. ഈ പ്രൊപ്പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യരുത്? 2 ഡിഫറെൻറ്റ്, നോ മോർ ദാൻ 2 ഡിഫറെൻറ്റ് യൂണിറ്റ്. 2 ഡിഫറെൻറ്റ് യൂണിറ്റിനേക്കാളും കൂടുതൽ യൂണിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ലേബൽ ഓൾ നമ്പേഴ്സ് വിത്ത് ദി അപ്രോപ്രിയേറ്റ് യൂണിറ്റ്. നമ്മൾ എന്ത് എഴുതുമ്പോൾ 15 എഴുതുമ്പോൾ 15 മില്ലിഗ്രാം ആണോ ML ആണെന്ന് കൃത്യമായി ഇനി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓർഡർ ഡെമറോൾ 20 mg IM നമുക്ക് കൊടുക്കണം. അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഡെമറോൾ 15 mg വരണത് പെർ 2 cc വരണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് കൊടുക്കേണ്ടത്? അതായത് ഡിസൈഡ് എമൗണ്ട് എന്ന് പറയുന്നത് 20 ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അത് ഡിവൈഡ് ബൈ
അവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല, 20 mg എന്ന് മെൻഷൻ ചെയ്യണം. 20 mg ഡിവൈഡ് ബൈ 15 mg. 15 mg പറയുന്നത് ഡെമറോൾ അവൈലബിൾ ആയിട്ടുള്ള ഡോസാണ് ഇൻറ്റു 1, കാരണം നമുക്ക് ഒന്നായിട്ടാണ് കിട്ടുന്നത്. ഇസ് ഈക്വൽ ടു 0.4 ml. നമുക്ക് ഉത്തരം കിട്ടുന്നതിലേക്കും 0.4 ml. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. ഓർഡർ ചെയ്യേണ്ടത് അമോക്സിലിൻ. അവിടെ ഓർഡർ ചെയ്തിട്ടുള്ളത് അമോക്സിലിൻ 0.5 mg പെർ ഓറലാണ്. ദ അവൈലബിൾ ഡോസ് എന്ന് പറയുന്നത് 215 mg ആയിരിക്കും അമോക്സിലിൻ. അപ്പോൾ ഫോർ 5 ml ആണ് വരുന്നത്. അപ്പോൾ 0.5 ഗ്രാം എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 500 mg ആണ്. അപ്പോൾ ഗ്രാമിനെ നമ്മൾ എംജിലോട്ട് കൺവേർട്ട് ചെയ്തു, കാരണം ഒക്കെ ഒരേ പ്രൊപ്പോർഷൻ തന്നെ വേണം. കാരണം ഓൾറെഡി 5 ml ഒരു പ്രൊപ്പോർഷൻ വരുന്നുണ്ട്, 2 കൂടുതൽ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അമോക്സിലിൻ 0.5 ഗ്രാമിനെ നമ്മൾ 5 mgയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 500 ഡിവൈഡ് ബൈ 250 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 10 ml. അങ്ങനെയാണ്. അതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ. 0.5 ml ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. പിന്നെ 10 ml 0.9. റീകൺസ്ട്രക്ഷൻ പ്രോബ്ലം എന്ന് പറയുമ്പോൾ കാൽക്കുലേറ്റ് ഡോസ് കാൽക്കുലേഷൻ ആണ്. സെഫോബിഡ് 750 mg IM ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവൈലബിൾ ഡോസ് എന്ന് പറയുന്നത് സെഫോബിഡ് 1 ഗ്രാം വയലാണ്. അത് ആഡ് ചെയ്യേണ്ട 2.6 ml ഓഫ് സ്റ്റെറൈൽ വാട്ടർ ടു ഒബ്റ്റെയിൻ എ കോൺസെൻട്രേഷൻ. നമുക്ക് കിട്ടേണ്ട കോൺസെൻട്രേഷൻ എത്രയാണ്, 250 mg/ml ആണ് കിട്ടുന്നത്. ഇവിടെ 1 ഗ്രാം എന്ന് പറയുമ്പോൾ mg ഉണ്ട്, ml ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ 1 ഗ്രാം എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1000 mgയിലോട്ട് മാറ്റണം. അപ്പോൾ നമുക്കറിയാം 1 ഗ്രാം എന്ന് പറയുന്നത് ഈക്വൽ ടു 1000 mg ആണ് നമുക്ക് അവൈലബിൾ ആണത്. പിന്നെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡിസൈഡ് ഡോസ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 715 mg ഡിവൈഡ് ബൈ 250 mg/ml അത് ചെയ്യുമ്പോൾ നമുക്ക് ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ് അതുപോലെ തന്നെ ഉള്ളത്. ഇനി പീഡിയാട്രിക് ഡോസ് കാൽക്കുലേഷൻ. യങ്സ് റൂളാണ് ഒരു ഫസ്റ്റ് പറയുന്നത്. യങ്സ് റൂളിൽ 1 ഇയർ ടു 12 ഇയർ വരെ നമുക്കിത് യൂസ് ചെയ്യാം. ചൈൽഡിൻ്റെ ഡോസ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് ഓഫ് ചൈൽഡ് ഇൻ ഇയേഴ്സ് ഡിവൈഡ് ബൈ ഏജ് ഓഫ് ചൈൽഡ് ഇൻ ഇയേഴ്സ് പ്ലസ് 12 ഇൻറ്റു അഡൾട്ട് ഡോസ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 3 ഇയർ ഓൾഡ് ആയിട്ടുള്ള ചൈൽഡ് പ്രിസ്ക്രൈബ്ഡ് വാങ്കോമൈസിൻ. ദ നോർമൽ അഡൾട്ട് ഡോസ് ഈസ് 500 mg. വാട്ട് ഈസ് ദി അപ്രോപ്രിയേറ്റ് ഡോസ് ഫോർ ദി ചൈൽഡ്? അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഏജ് ഡിവൈഡ് ബൈ ഏജ് ഓഫ് ദി ചൈൽഡ് ഡിവൈഡ് ബൈ ഏജ് ഓഫ് ദി ചൈൽഡ് പ്ലസ് 12 ഇൻറ്റു അഡൾട്ട് ഡോസ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 3/3 ആണ്, കുഞ്ഞിൻ്റെ ഏജ് പറയുമ്പോൾ 3 ആണ്, ഡിവൈഡ് ബൈ 3 പ്ലസ് 12 ചെയ്യുക ഇൻറ്റു 500 ഈസ് ഈക്വൽ ടു 3/15 ഇൻറ്റു 500 ഈസ് ഈക്വൽ ടു 100 mg ആണ് ഉത്തരം കിട്ടുക. കാരണം 3 + 12 15 ആണ്. അപ്പോൾ 3/15 ഇൻറ്റു 500 ഈസ് ഈക്വൽ ടു 100 mg ആണ്. നെക്സ്റ്റ് ഈസ് ക്ലാസ് റൂള് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദി ചൈൽഡ് ഇൻ പൗണ്ട് ഡിവൈഡ് ബൈ 150 ഇൻറ്റു അഡൾട്ട് ഡോസ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ചൈൽഡിൻ്റെ വെയിറ്റ് 60 പൗണ്ടാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ലിസിനോപ്രിലാണ് കൊടുക്കേണ്ടത്. നോർമൽ അഡൾട്ട് ഡോസ് എന്ന് പറയുമ്പോൾ 75 mg ആണ്. വാട്ട് ഈസ് ദി അപ്രോപ്രിയേറ്റ് ഡോസ് ഫോർ ദി ചൈൽഡ്? ഇവിടെ ചൈൽഡിൻ്റെ വെയിറ്റ് 60 പൗണ്ട് ആയിരുന്നു, അഡൾട്ട് ഡോസ് 75 mg ആണ്. അപ്പോൾ 60 പൗണ്ട് ഡിവൈഡ് ബൈ 150 ഇൻറ്റു 75 ഇസ് ഈക്വൽ ടു 30 mg. ദെൻ നെക്സ്റ്റ് ഈസ് ഫ്രൈഡ്സ് റൂള് പറയുമ്പോൾ 1 ഇയറും താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏജ് ഓഫ് ദി ചൈൽഡ് ഇൻ മന്ത് ആണ്, ഡിവൈഡ് ബൈ 150. 12 മന്ത് ആയിട്ടുള്ള ബേബി ആയിരുന്നു ഓൾഡ് ചൈൽഡ്. നീഡ് ഇബുപ്രൂഫൻ. നോർമൽ അഡൾട്ട് ഡോസ് ഈസ് 750 mg ആണ്. വാട്ട് ഈസ് ദി അപ്രോപ്രിയേറ്റ് ഡോസ് ഫോർ ദി ചൈൽഡ്? 12 മന്ത് ആണ് ബേബിയുടേത്. 12 ഡിവൈഡ് ബൈ 150 ഇൻറ്റു 750 ഈസ് ഈക്വൽ ടു 60 mg. അടുത്ത ക്വസ്റ്റ്യൻ, ഫിസിഷ്യൻ പ്രിസ്ക്രൈബിങ് 25 mg ഓഫ് ലിബ്രിയം IM ആഡ് 2 ml ഓഫ് ഡൈലിയൻ ടു ഈൽഡ് 100 mg/2 ml ഷുഡ് ഗീവ് XML. ഓക്കെ, നമുക്കിവിടെ ഡിസൈഡ് ഡോസ് ഉണ്ട് 25 mg ആണ്, അവൈലബിൾ ഡോസ് 100 mg ആണ്, ക്വാണ്ടിറ്റി 2 ml ആണ് പറയുന്നത്. അപ്പോൾ 25 mg ഡിവൈഡ് ബൈ 100 mg ചെയ്യുമ്പോൾ 0.25 ml കിട്ടും. ഇൻറ്റു 2 ml ചെയ്യുമ്പോൾ നമുക്ക് 0.5 ml ആണ് ഉത്തരം കിട്ടുക. അതുപോലെ ചെയ്യേണ്ട പ്രാക്ടീസ് ചെയ്യുക ഇത്രയും ക്വസ്റ്റ്യൻസ്. ഓക്കെ, താങ്ക് യു.